Welcome to the Pushpa universe, where money, power and problems are no big deal except for one thing, കുടുംബ പേര്. നിങ്ങൾ എത്ര കാലമായി ദ്രോഹിക്കുക കുടുംബ പറഞ്ഞു ആർക്ക് വേണം നിങ്ങളുടെ കുടുംബ പേര്? പുഷ്പയ്ക്ക് എല്ലാം ഉണ്ട്. കാറിന് കാറ്, പണത്തിന് പണം, ഹെലികോപ്റ്ററിന് ഹെലികോപ്റ്റർ, കുടിക്കാൻ കൊക്കക്കോല, അങ്ങനെ എല്ലാം. ഈ ഇല്ലാത്ത സാധനമാണ് ഫാമിലി നെയിം. കഥയിലേക്ക് വരികയാണെങ്കിൽ ജപ്പാനിലെ ഏതോ ഒരു ഹാർബർ കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. അതായത് ഞമ്മന്റെ പുഷ്പ ചന്ദനം കടത്തിയ പൈസ മേടിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ജപ്പാൻ വരെ ഒരു കണ്ടെയ്നറിൽ 40 ദിവസം ഇരുന്ന് വന്നേക്കുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ജപ്പാൻകാര് പുഷ്പനെ എടുത്തിട്ട് ഒരു ക്രെയിനിൽ അങ്ങ് തൂക്കിയിടും. പിന്നൊന്നും പറയണ്ട, പറന്നും ചെരിഞ്ഞും കിടന്നും ഒക്കെ പുഷ്പൻ അറടുകയാണ്. പെട്ടെന്ന് പിള്ളേരൊക്കെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യും. കോടാലി ആയിരുന്നാലും പുഷ്പക്ക് പുല്ലായിരുന്നു. ഇതിപ്പോ വെടികൊണ്ട ആള് വടിയാവുന്ന മനസ്സിലാക്കി പുഷ്പ ഇറങ്ങി ഓടും. അപ്പൊ അതാ നമ്മുടെ ജപ്പാനിലെ ജോൺ വിക് മാമൻ വന്നിട്ട് പുഷ്പനെ വെടിവെച്ചിടും. Hello, how are you? I am under the water. Please help me. Here too much raining. പുഷ്പ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റി. Come on guys, he's പുഷ്പ. ഫ്ലവറും അല്ല ഫയറും അല്ല, വൈൽഡ് ഫയർ. ചൂണ്ടയില് മീൻ പിടിക്കണ പോലെ ഗുണ്ടകളെ വെള്ളത്തിൽ നിന്ന് പിടിച്ചു വന്ന് പുഷ്പ ജപ്പാൻകാരെയൊക്കെ വിറപ്പിക്കും. ജപ്പാൻകാരെയൊക്കെ അവിടെ കേട്ടെ, ഇവിടെ നാട്ടില് പുഷ്പയുടെ അവസ്ഥ എന്താന്ന് നോക്കാം. എന്റെ ഭർത്താവിന്റെ കണ്ണൊന്ന് ചുവന്നാൽ ചിറ്റൂർ ജില്ല മുഴുവൻ കിടുകിടാന്ന് പറയ്ക്കും. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. പുഷ്പയുടെ സ്വന്തം ശ്രീ വള്ളി ഫസ്റ്റ് പാർട്ടിൽ ഭൂലോക വെറുപ്പിക്കലായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ പീലിങ്സ് വെറുപ്പിക്കലാണ്. തൊട്ടാലും പിടിച്ചാലും വള്ളിക്ക് പീലിങ്സ് വരും. ഫീലിങ്സ് വരുവേ? ഫീലിങ്സ് വന്നല്ലേ? ഫീലിങ്സ് വന്നു, പിന്നെ ഫീലിങ്സ് വരുന്ന സമയം ഫീലിങ്സ് വന്ന സമയം അടിപൊളി. ഭൂരിഭാഗം മലയാളികളും പുഷ്പ 2 വേണ്ടി കാത്തിരുന്നത് മേ ബി ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടറിന് വേണ്ടിയായിരിക്കും. പാർട്ട് 1 നല്ല പീക്കിൽ കൊണ്ടുപോയി നിർത്തിയ ക്യാരക്ടറിനെ ഇവന്മാർ പാർട്ട് 2 കൊണ്ടുവന്നു ഒരു മൊണ്ണ വില്ലനാക്കി മാറ്റി. ഷിഗാവത്ത് വേഷന്മാര് വന്ന് പുഷ്പയുടെ ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്യും. അതിലൊരുത്തന്റെ കല്യാണം ആയതുകൊണ്ട് പുഷ്പ വന്ന് ഷിഗാവത്ത് ഇല്ലാത്ത സമയത്ത് പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് മാമന്മാർക്കും പെൻഷൻ സഹിതം പൈസ കൊടുത്ത് റിസൈൻ ചെയ്യിപ്പിച്ച് തന്റെ പിള്ളേരെ കൊണ്ട് പോകും. പണത്തെ വെച്ച് എന്നാ പണ പോറേ തെരില്ല. നമ്മുടെ ശ്രീ വള്ളി പുഷ്പ CMന്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് പുതിയ വള്ളിയായിട്ട് വരും. വള്ളിയുടെ വാക്കും കേട്ട് ഫോട്ടോ എടുക്കാൻ പോയ പുഷ്പയോട് CM പറയും, ഈ സ്മഗ്ലേഴ്സ് പാർട്ടിക്ക് ഫണ്ട് തരുന്ന വെച്ച് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിന്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിട്ട് പുഷ്പ CMനെ തന്നെ അങ്ങോട്ട് മാറ്റും. എന്തിന്? നാടെന്നാക്കാനോ? അല്ല, നമ്മുടെ സ്വന്തം ശ്രീവല്ലിക്ക് ഫോട്ടോ കൊടുക്കാൻ. പുഷ്പയുടെ ആശാൻ ഷിഗാവത്തുമായിട്ട് കോംപ്രമൈസ് ഡിസ്കസ് ചെയ്യും. പക്ഷെ ഷിഗാവത്ത് പുഷ്പ സോറി പറഞ്ഞാലേ അടങ്ങൂന്ന് പറയും. അങ്ങനെ പുഷ്പയുടെ ആശാൻ ഷിഗാവത്തിനോട് പുഷ്പനെ കൊണ്ട് സോറി പറയിപ്പിക്കും. പുഷ്പ സെഡ് സോറി ഗായ്സ്. താഴത്തില്ലെന്ന് പറഞ്ഞ പുഷ്പ ഇപ്പൊ താണിരിക്കുന്നു ഗായ്സ്. അങ്ങനെ സോറി പറഞ്ഞ് അവിടുന്ന് പോയ പുഷ്പ റിഗ്രറ്റ് അടിച്ച് പണ്ടാരടങ്ങി വീണ്ടും തിരിച്ചു വന്ന് ഷിഗാവത്തിന്റെ വണ്ടി ഇടിച്ച് പൂളിലിടും. എന്നിട്ട് അതിൽ മുള്ളിട്ട് പുഷ്പ താണില്ല എന്ന് കാണിക്കും. ഒരു ചെറിയ മീനല്ലേ? അങ്ങനെ ഷിഗാവത്തും പുഷ്പയും തമ്മിലുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കുന്നു. പുഷ്പ അങ്ങനെ ചന്ദനം കടത്തുമ്പോൾ ഷിഗാവത്ത് എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്യും. റോഡിൽ കൂടെ പോകാൻ പറ്റാത്ത പുഷ്പ പുഴയിൽ കൂടെ ലോറികളെ വിടും. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണല്ലോ. ഇതറിഞ്ഞ ഷിഗാവത്തും ടീമും പോലീസ് ജീപ്പായിട്ട് പുഴയിലിറങ്ങിയപ്പോ പുഷ്പ ഡാം തുറന്നു വിട്ട് പുഴയിൽ വെള്ളം നിറക്കും. ലോറി വലുതാണല്ലോ, ജീപ്പ് ചെറുതാണല്ലോ, അതുകൊണ്ട് വെള്ളം വന്നാലും ലോറിക്ക് കൂളായിട്ട് പോകാം, ജീപ്പൊക്കെ സ്റ്റക്ക് ആവും. എന്റെ അമ്മോ. പക്ഷെ ഷിഗാവത്ത് മൊത്തം ചരക്കും പിടിക്കും. പക്ഷെ പുഷ്പ ഷിഗാവത്തിനെ ചാമ്പി ഗൈസ്. ഷിഗാവത്ത് പിടിച്ചത് ചന്ദനമല്ല, അത് വേറൊരു മരമായിരുന്നു. സൺറയ്ക്ക് പുറത്ത് മാത്രമാണ് ചുവപ്പ് കാണുന്നത്. രക്തചന്ദനമാണെങ്കിൽ അതിന്റെ അകത്തും ചുവപ്പായിരിക്കും. ടണ്ണിന് 10,000 പോലും വിലയില്ല മാർക്കറ്റില്. അല്ല പിന്നെ പുഷ്പ താഴത്തില്ലടാ. ആള് ചന്ദനൊക്കെ വെട്ടി കാളവണ്ടിയാക്കിയിട്ട് പണ്ടൊക്കെ വേണ്ട നാടെടുത്തി. ഇതിനുശേഷം സാരി എടുത്ത് പുഷ്പയുടെ 1.5 പെർഫോമൻസ് ഒക്കെ ഉണ്ട്.
അവിടെ വെച്ച് പുഷ്പയുടെ ചേട്ടന്റെ മോളെ കുറച്ചുപേര് ശല്യം ചെയ്തപ്പോ പുഷ്പ അവരൊക്കെ എടുത്തങ്ങ് അലക്കും. നീ പറഞ്ഞില്ലേ ചെറിയ ചെന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന്, ഒരാൾ നിന്നെ തൊട്ടപ്പോ കണ്ടോ? ഇത് കണ്ടുവന്ന ചേട്ടൻ ഇങ്ങനൊന്നും ചെയ്താൽ എന്റെ കുടുംബത്ത് കയറ്റൂല പറഞ്ഞ് പുഷ്പയെ കരയിപ്പിക്കും. പക്ഷേ ഇത് നമ്മുടെ ശ്രീവല്ലിക്ക് സഹിക്കില്ല ഗൈസ്. പുഷ്പ എന്നത് വെറും പേരല്ല, പുഷ്പ എന്നത് ഒരു ബ്രാൻഡാ. വിടറാവന്മാരെ, അവർ തമ്മിൽ എന്തെങ്കിലും ആട്ടെ, വിട്ടിട്ട് വാടാ. സമി, പുഷ്പ അങ്ങനെ ചരക്കെടുത്തിട്ട് സക്സസ്ഫുള്ളി CM-നെ മാറ്റി. ഒരു ഫോട്ടോ ഞാൻ ചോദിച്ചപ്പോ സീമനെ തന്നെ മാറ്റിക്കളഞ്ഞു. എന്താ സമി ഇതൊക്കെ? ഇതൊക്കെ എന്ത്? ശിഖാവത്താണേല് പുഷ്പ മൂഞ്ചിച്ച ഫേക്ക് ചന്ദനത്തിന് തീയിട്ട് പുഷ്പയെ താഴ്ത്താൻ പറ്റാത്ത വിഷമത്തിൽ സൂയിസൈഡ് ചെയ്യും. അങ്ങനെ ക്ലൈമാക്സിൽ പുഷ്പയുടെ ചേട്ടന്റെ മോളെ നേരത്തെ അമ്പലത്തിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ പിള്ളേര് തട്ടിക്കൊണ്ടുപോകും. അവിടെ ചെന്ന് കയ്യും കാലും കെട്ടിയിട്ടിട്ടും പുഷ്പയുടെ മാസ് അതൊന്ന് കാണേണ്ടത് തന്നെയാണ് ഗൈസ്. എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഫൈനലി പുഷ്പ തന്റെ മകളെ രക്ഷിച്ചതറിഞ്ഞ് മനസ്സലിഞ്ഞ് പുഷ്പയുടെ ചേട്ടൻ പുഷ്പക്ക് ഫാമിലിയിൽ മെമ്പർഷിപ്പ് കൊടുക്കും. ശ്രീ മുല്ലേരി പുഷ്പരാജ്, ശ്രീമതി ശ്രീവല്ലി. എന്നെ ഫാമിലിയൊക്കെ സെറ്റായി ഒരു ഹാപ്പി എൻഡിങ് ആവാമെന്ന് വിചാരിച്ചപ്പോഴായിരിക്കും ഡയറക്ടർക്ക് മനസ്സിലായത് പാർട്ട് 3 കൂടെ ഇറക്കിയാൽ 1,000 കോടിക്ക് കൂടെയുള്ള വക ഉണ്ടെന്ന്. അതുകൊണ്ട് ലാസ്റ്റ് തലയിൽ ഏതോ തോർത്തിട്ട ചങ്ങായി വന്നിട്ട് പുഷ്പയുടെ അനിയത്തിന്റെ കല്യാണത്തിന് ബോംബ് വെക്കും. കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടെയും ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് 1000 കോടിക്ക് മേലെ കളക്ട് ചെയ്ത പടമാണ് പുഷ്പ 2. OTT ഇറങ്ങിയതിന് ശേഷം ഇന്റർനാഷണലി പടം ഒരു ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഇവന്മാർ ഇത് ഊക്കുവാണോ അതോ റിയൽ ആയിട്ട് പറയുവാണോ എന്നാ മനസ്സിലാവാത്തത്. എന്തായാലും പുഷ്പ 3 ഇറങ്ങിയാലും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ബൈ ബൈ. Imagine who has the guts and the power to and the alphaness to wear a sari, dance in a sari, do an action in a sari, have a talkie portion in a sari, and 21 minutes of a film he's in a freaking sari. Like, tell me what man can do that? I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinct.